നമസ്കാരം. ഏവർക്കും ബ്ലൂടിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിൽ താമര വിരിയുമോ? വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകി. തൃശ്ശൂരിലെ ചരിത്ര വിജയവും സംസ്ഥാനത്തുടനീളം 19% വോട്ടും ഒരു കാര്യം ഉറപ്പിച്ചു: കേരള രാഷ്ട്രീയം മാറുകയാണ്. പക്ഷേ ആ മാറ്റം എവിടെ പോയി നിൽക്കും? ഒരു ലോക്സഭാ സീറ്റിൽ ഒതുങ്ങുമോ? അതോ 2026 കേരള നിയമസഭയിൽ BJP ഒരു നിർണായക ശക്തിയായി മാറുമോ? ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സാധ്യതയെക്കുറിച്ചല്ല, മറിച്ച് 2024 കണക്കുകൾ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. 2026 കുറഞ്ഞത് 15 നിയമസഭാ സീറ്റുകൾ BJP എങ്ങനെ നേടാനാകും എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ യാത്ര നമുക്ക് കേരളത്തിലെ തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. BJP കേരളത്തിൽ ആദ്യമായി വിജയിച്ച നേമം എന്ന മണ്ഡലം അവരുടെ ലിസ്റ്റിലെ ഏറ്റവും ഉറപ്പുള്ള സീറ്റാണ്. 2024 രാജീവ് ചന്ദ്രശേഖരന് 22,000 വോട്ടിൻ്റെ വമ്പിച്ച ഭൂരിപക്ഷമാണ് നേമം നൽകിയത്. ഇതിനൊപ്പം ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കഴക്കൂട്ടവും നഗരഹൃദയമായ വട്ടിയൂർക്കാവും ചേരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ BJP ഒരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു. ഈ രണ്ട് മണ്ഡലങ്ങളിലും 2024 10,000-നടുത്താണ് BJPയുടെ ലീഡ്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു പേരാണ് കാട്ടാക്കട. ഗ്രാമീണ മേഖലയിലും സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് കാട്ടാക്കടയിലും നേടിയ 5,000-ഓളം വോട്ടിൻ്റെ ലീഡ് BJPയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നു. ഇനി തിരുവനന്തപുരത്ത് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് വന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ്. സുരേഷ് ഗോപിയുടെ വിജയം 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJPക്ക് വ്യക്തമായ ഒന്നാം സ്ഥാനം നൽകിയത്. തൃശ്ശൂർ നഗരം തന്നെ 10,000-ലധികം വോട്ടിൻ്റെ ലീഡ് നൽകി. ഒപ്പം തീരദേശ മേഖലയായ നാട്ടിക, ക്രിസ്ത്യൻ സ്വാധീനമുള്ള ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ, മണലൂർ എന്നിവിടങ്ങളിൽ 10,000-ന് മുകളിൽ ലീഡ് നേടാനായത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. ഈ 6 മണ്ഡലങ്ങളിലെ തരംഗം മാത്രം മതി 2026 BJPക്ക് നിയമസഭയിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കാൻ. ഇവ മാത്രമല്ല, കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിച്ചപ്പോൾ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച 6,000-ലധികം വോട്ടിൻ്റെ ലീഡ് ഇരു മുന്നണികളുടെയും ഉറച്ച കോട്ടയിലാണ് വിള്ളൽ വീഴ്ത്തിയത്. ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചത് 11 മണ്ഡലങ്ങളെക്കുറിച്ചാണ്. 2024 കണക്കുകളനുസരിച്ച് BJP ഒന്നാം സ്ഥാനത്തുള്ള 11 മണ്ഡലങ്ങൾ. ഇനി ഈ 11 എന്ന സംഖ്യയെ 15ലേക്ക് എത്തിക്കുന്ന 4 നിർണായക മണ്ഡലങ്ങൾ കൂടിയുണ്ട്. വർഷങ്ങളായി BJP നേരിയ വോട്ടുകൾക്ക് കൈവിടുന്ന മഞ്ചേശ്വരമാണ് അതിൽ പ്രധാനം. K സുരേന്ദ്രൻ പലതവണ ശക്തമായ മത്സരം കാഴ്ചവെച്ച് അവിടെ ഒരു ചെറിയ മുന്നേറ്റം വിജയം ഉറപ്പാക്കും. മറ്റൊന്ന് നഗരസഭ വർഷങ്ങളായി ഭരിക്കുന്ന പാലക്കാട് ആണ്. E ശ്രീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ച് കേരളത്തെ ഞെട്ടിച്ച പാലക്കാട് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ്. ഇവക്കൊപ്പം തലസ്ഥാനത്തെ പ്രമുഖ മണ്ഡലമായ തിരുവനന്തപുരവും ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്ന വർക്കലയും ചേരുമ്പോൾ ആ 15 എന്ന മാന്ത്രിക സംഖ്യ പൂർത്തിയാവുകയാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം 2024 BJP ശക്തമായ 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇതാണ് 2026 BJP ലക്ഷ്യമിടുന്ന 15 മണ്ഡലങ്ങൾ. 2024 കണക്കുകൾ ഒരു സൂചന മാത്രമാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ശക്തി ഉദയം ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഈ 15 സീറ്റുകൾ എന്ന ലക്ഷ്യം BJPക്ക് നേടാൻ സാധ്യമാകുമോ? അതോ ഇരു മുന്നണികളും തന്ത്രങ്ങൾ മാറ്റി ഇതിനെ പ്രതിരോധിക്കുമോ?